ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിലെ രാജാവ് ആരായിരുന്നു? ജോർജ് ആറാമൻ. ജോർജ് ആറാമനായിരുന്നു ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിലെ രാജാവ്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഝാൻസി റാണി കൊല്ലപ്പെട്ടത് 1858 ജൂൺ 18-ന്. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഝാൻസി റാണി കൊല്ലപ്പെട്ടത് 1858 ജൂൺ 18-നാണ്. ജന്മശതാബ്ദിയുടെ ഭാഗമായി ഇന്ത്യയിൽ ആദ്യമായി പുറത്തിറക്കിയ തപാൽ സ്റ്റാമ്പ് ആരുടേതായിരുന്നു? ബാലഗംഗാധര തിലകൻ്റെ. ജന്മശതാബ്ദിയുടെ ഭാഗമായി ഇന്ത്യയിൽ പുറത്തിറങ്ങിയ തപാൽ സ്റ്റാമ്പ് ബാലഗംഗാധര തിലകൻ്റേതായിരുന്നു. കേന്ദ്ര സർക്കാർ ദേശീയ ഗണിത ശാസ്ത്രവർഷമായി പ്രഖ്യാപിച്ച 2012 ശ്രീനിവാസ രാമാനുജൻ്റെ എത്രാമത്തെ ജന്മവാർഷികമായിരുന്നു? 125. കേന്ദ്ര സർക്കാർ ദേശീയ ഗണിത ശാസ്ത്രവർഷമായി പ്രഖ്യാപിച്ച 2012 ശ്രീനിവാസ രാമാനുജൻ്റെ എത്രാമത്തെ ജന്മവാർഷികമായിരുന്നു? 125. 1966 ജനുവരി 11-ന് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ച താഷ്കെൻഡ് ഇപ്പോൾ ഏതു രാജ്യത്താണ്? ഉസ്ബെക്കിസ്ഥാൻ. 1966 ജനുവരി 11-ന് ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ച താഷ്കെൻഡ് ഇപ്പോൾ ഏതു രാജ്യത്താണ്? ഉസ്ബെക്കിസ്ഥാൻ. ഏതു പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത്? ഇന്ദിരാഗാന്ധി. ഏതു പ്രധാനമന്ത്രിയുടെ ഭരണകാലത്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടന്നത്? ഇന്ദിരാഗാന്ധി. പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ആദ്യമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഇന്ത്യക്കാരനാണ്? സുരേന്ദ്രനാഥ ബാനർജി. പത്രപ്രവർത്തനത്തിൻ്റെ പേരിൽ ആദ്യമായി ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ഇന്ത്യക്കാരനാണ് സുരേന്ദ്രനാഥ ബാനർജി. ഇന്ത്യ പാക് വിഭജനം പ്രമേയമാക്കി 1998 പുറത്തിറങ്ങിയ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ഹിന്ദി ചലച്ചിത്രം സംവിധാനം ചെയ്തത് പമീല റൂക്സ്. ഇന്ത്യ പാക് വിഭജനം പ്രമേയമാക്കി 1998 പുറത്തിറക്കിയ ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന ഹിന്ദി ചലച്ചിത്രം സംവിധാനം ചെയ്തത് ആര്? പമീല റൂക്സ്. ദേശീയ ഗാനമായ ജനഗണമന ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനമായ ജനഗണമന ദ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് രവീന്ദ്രനാഥ ടാഗോർ. ബാൾക്കൻ ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ഇബ്രാഹിം റുഗോവ. ബാൾക്കൻ ഗാന്ധി എന്ന് വിളിക്കപ്പെടുന്നത് ഇബ്രാഹിം റുഗോവ. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ കക്ഷിയാണ് ലേബർ പാർട്ടി. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടനിൽ അധികാരത്തിലിരുന്ന രാഷ്ട്രീയ കക്ഷിയാണ് ലേബർ പാർട്ടി. 1883 ജോധ്പൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവ് സ്വാമി ദയാനന്ദ സരസ്വതി. 1883 ജോധ്പൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ വെച്ച് വിഷം കലർന്ന ഭക്ഷണം കഴിച്ചതിനെ തുടർന്ന് അന്തരിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് സ്വാമി ദയാനന്ദ സരസ്വതി. സാവിത്രി എ ലെജൻഡ് ആൻഡ് എ സിംബൽ എന്ന കാവ്യം രചിച്ച ദേശീയ നേതാവ് അരവിന്ദ ഘോഷ്. സാവിത്രി എ ലെജൻഡ് ആൻഡ് എ സിംബൽ എന്ന കാവ്യം രചിച്ച ദേശീയ നേതാവാണ് അരവിന്ദ ഘോഷ്. ഏത് ജയിലിൽ കഴിയവെയാണ് ബാലഗംഗാധര തിലകൻ ഭഗവത്ഗീത വ്യാഖ്യാനമായ ഗീതാരഹസ്യം രചിച്ചത്? മാണ്ഡലെ. മ്യാൻമറിലെ മാണ്ഡലെ ജയിലിൽ കഴിയുമ്പോഴാണ് ബാലഗംഗാധര തിലകൻ ഭഗവത്ഗീത വ്യാഖ്യാനമായ ഗീതാരഹസ്യം രചിച്ചത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സർ വില്യം കഴ്സൺ വില്ലിയെ 1909 ജൂലൈ 1-ന് ലണ്ടനിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തിയ ഇന്ത്യൻ വിപ്ലവകാരി മദൻലാൽ ദിൻഗ്ര. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ സർ വില്യം കഴ്സൺ വില്ലിയെ 1909 ജൂലൈ 1-ന് ലണ്ടനിൽ വെച്ച് വെടിവെച്ച് വീഴ്ത്തിയ ഇന്ത്യൻ വിപ്ലവകാരി മദൻലാൽ ദിൻഗ്ര. 1857 ഡൽഹിയിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ പറ്റി പ്രസിദ്ധമായ കവിയായ മിർസ ഗാലിബ് രചിച്ച വിവരണകൃതിയാണ് ദസ്താൻബു. 1857 ഡൽഹിയിൽ നടന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെപ്പറ്റി പ്രസിദ്ധ കവിയായ മിർസ ഗാലിബ് രചിച്ച വിവരണകൃതിയാണ് ദസ്താൻബു. രാമചന്ദ്ര പാണ്ഡുരംഗെ ഏതു പേരിലാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയിട്ടുള്ളത്? താന്തിയ തോപ്പി. രാമചന്ദ്ര പാണ്ഡുരംഗെ ഏതു പേരിലാണ് ഇന്ത്യ ചരിത്രത്തിൽ പ്രസിദ്ധി നേടിയിട്ടുള്ളത്? താന്തിയ തോപ്പി. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം എന്ന ദേശഭക്തി ഗാനം ബ്രിട്ടീഷുകാർ നിരോധിച്ചതിൽ പ്രതിഷേധിച്ച് 1909 മാഡം ഭിക്കാജി കാമ പാരീസിൽ നിന്നും ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വന്ദേമാതരം. ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച വന്ദേമാതരം എന്ന ദേശഭക്തി ഗാനം ബ്രിട്ടീഷുകാർ നിരോധിച്ചതിൽ പ്രതിഷേധിച്ച് 1909 മാഡം ഭിക്കാജി കാമ പാരീസിൽ നിന്നും ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് വന്ദേമാതരം. 1929 ഏപ്രിൽ 8-ന് ഡൽഹിയിലെ കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞതിന് ഭഗത് സിംഗിനോടൊപ്പം പിടികൂടപ്പെട്ട വിപ്ലവകാരിയാണ് ബതുകേശ്വർ ദത്ത.
1929 ഏപ്രിൽ 8 ഡൽഹിയിലെ കേന്ദ്ര ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബ് എറിഞ്ഞതിന് ഭഗത് സിംഗിനോടൊപ്പം പിടികൂടപ്പെട്ട വിപ്ലവകാരിയാണ് ബതുകേശ്വർ ദത്ത. ഇന്തോനേഷ്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഒഡീഷ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ പദവികൾ വഹിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ബിജു പട്നായിക്. ഇന്തോനേഷ്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു വ്യക്തി ഒഡീഷ മുഖ്യമന്ത്രി, കേന്ദ്രമന്ത്രി എന്നീ പദവികൾ വഹിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേരാണ് ബിജു പട്നായിക്. പ്രശസ്ത ഗാന്ധിയനും സാമൂഹിക പരിഷ്കർത്താവുമായ ആചാര്യ വിനോബാ ഭാവെയുടെ യഥാർത്ഥ പേരാണ് വിനായക് നരഹരി. വിനോബാ ഭാവെയുടെ യഥാർത്ഥ പേരാണ് വിനായക് നരഹരി. 1909 അലിപ്പൂർ ബോംബ് കേസിൽ അരവിന്ദ് ഘോഷിനു വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് ചിത്തരഞ്ജൻ ദാസ്. 1909 അലിപ്പൂർ ബോംബ് കേസിൽ അരവിന്ദ് ഘോഷിനു വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് ചിത്തരഞ്ജൻ ദാസ്. ചിത്തരഞ്ജൻ ദാസ് ദേശബന്ധു എന്നറിയപ്പെടുന്നു. 1943 ഏതു രാജ്യത്തു വെച്ചാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചത്? സിംഗപ്പൂർ. 1943 ഏതു രാജ്യത്തു വെച്ചാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്ര ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചത്? സിംഗപ്പൂർ. 1923 ജവഹർലാൽ നെഹ്റു അധ്യക്ഷ പദവി വഹിച്ച മുനിസിപ്പാലിറ്റിയുടെ പേരാണ് അലഹാബാദ്. 1923 ജവഹർലാൽ നെഹ്റു അധ്യക്ഷ പദവി വഹിച്ച മുനിസിപ്പാലിറ്റിയുടെ പേരാണ് അലഹാബാദ്. 1960കളിൽ കാമരാജ്, എൻ സഞ്ജീവ് റെഡ്ഡി, എസ് നിജലിംഗപ്പ, അതുല്യ ഘോഷ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ സംഘം അറിയപ്പെട്ടിരുന്നത് ഏതു പേരിലാണ്? സിൻഡിക്കേറ്റ്. 1960കളിൽ കെ കാമരാജ്, എൻ സഞ്ജീവ് റെഡ്ഡി, എസ് നിജലിംഗപ്പ, അതുല്യ ഘോഷ് തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളുടെ സംഘം അറിയപ്പെട്ടത് സിൻഡിക്കേറ്റ്. കേന്ദ്ര മന്ത്രിസഭയിൽ രാജിവെച്ച ആദ്യത്തെ മന്ത്രിയാണ് ശ്യാമപ്രസാദ് മുഖർജി. കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച ആദ്യത്തെ മന്ത്രി ശ്യാമപ്രസാദ് മുഖർജി. 1950. 1971 ഇന്തോ-പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ജഗ്ജീവൻ റാം. 1971 ഇന്തോ-പാക് യുദ്ധകാലത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് ജഗ്ജീവൻ റാം. 1949 ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് CN അണ്ണാദുരൈ. 1949 ദ്രാവിഡ മുന്നേറ്റ കഴകം സ്ഥാപിച്ചത് CN അണ്ണാദുരൈ. 1975 ജനുവരി 3 ഒരു കേന്ദ്രമന്ത്രി ഇന്ത്യയിൽ ആദ്യമായി വധിക്കപ്പെട്ടത്. റെയിൽവേ മന്ത്രിയായിരുന്ന LN മിശ്രയായിരുന്നു അത്. എവിടെ വെച്ചാണ് മിശ്ര വധിക്കപ്പെട്ടത്? സമസ്തിപൂർ റെയിൽവേ സ്റ്റേഷൻ, ബീഹാർ. സമസ്തിപൂർ റെയിൽവേ സ്റ്റേഷൻ, ബീഹാറിൽ വെച്ചാണ് ആദ്യമായി ഇന്ത്യയുടെ ഒരു കേന്ദ്രമന്ത്രി വധിക്കപ്പെട്ടത്. 2000 റോഡപകടത്തിൽ മരിച്ച മുൻ കേന്ദ്രമന്ത്രി കൂടിയായ ഏത് രാഷ്ട്രീയ നേതാവിൻ്റെ ഓർമ്മക്കുറിപ്പുകളാണ് ഫ്ലൈറ്റ് ടു പാർലമെൻറ്റ്? രാജേഷ് പൈലറ്റ്. 2000 റോഡപകടത്തിൽ മരിച്ച രാജേഷ് പൈലറ്റ് എന്ന മുൻ കേന്ദ്രമന്ത്രിയുടെ ഓർമ്മക്കുറിപ്പുകളാണ് ഫ്ലൈറ്റ് ടു പാർലമെൻറ്റ്. ഇന്ത്യയിൽ ഹരിതവിപ്ലവം നടന്ന 1964-66 കാലത്ത് കേന്ദ്ര കൃഷിമന്ത്രിയായി പ്രവർത്തിച്ചത് C. സുബ്രഹ്മണ്യം. ഇന്ത്യയിൽ ഹരിതവിപ്ലവം നടന്ന 1964-66 കാലത്ത് കേന്ദ്ര കൃഷിമന്ത്രിയായി പ്രവർത്തിച്ചത് C. സുബ്രഹ്മണ്യം. ദണ്ഡിയാത്രയിൽ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് ഈണം പകർന്നത് വിഷ്ണു ദിഗംബർ പലുസ്കർ. ദണ്ഡിയാത്രയിൽ ആലപിച്ച രഘുപതി രാഘവ രാജാറാം എന്ന ഗാനത്തിന് ഈണം പകർന്നത് വിഷ്ണു ദിഗംബർ പലുസ്കർ. ബ്രിട്ടനെതിരെ ജപ്പാനുമായി സഹകരിച്ചു വർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയായ മലയാളിയാണ് നായർ സാൻ. ബ്രിട്ടനെതിരെ ജപ്പാനുമായി സഹകരിച്ചു പ്രവർത്തിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് നായർ സാൻ. 1930 ചിറ്റഗോങ് കലാപത്തിന് നേതൃത്വം നൽകിയ മാസ്റ്റർ ദാ ആര്? സൂര്യസെൻ. 1930 ചിറ്റഗോങ് കലാപത്തിന് നേതൃത്വം നൽകിയ മാസ്റ്റർ ദാ ആര്? സൂര്യസെൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപവൽക്കരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപവൽക്കരണത്തിന് കാരണമായത് ക്യാബിനറ്റ് മിഷൻ.
ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനാഘോഷമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ചരൺ സിംഗ്. ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മദിനമാണ് കർഷക ദിനമായി ആചരിക്കുന്നത്? ചരൺ സിംഗ്. ഡിസംബർ 23. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന സ്മാരകം? ഇന്ത്യ ഗേറ്റ്, ന്യൂഡൽഹി. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന സ്മാരകം? ഇന്ത്യ ഗേറ്റ്, ന്യൂഡൽഹി. എന്നാണ് ഇന്ത്യയിൽ ടെലഗ്രാം സർവീസ് നിർത്തലാക്കിയത്? 2013 ജൂലൈ 15. എന്നാണ് ഇന്ത്യയിൽ ടെലഗ്രാം സർവീസ് നിർത്തലാക്കിയത്? 2013 ജൂലൈ 15. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്, ന്യൂഡൽഹി. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെടുന്ന സ്മാരകം ഇന്ത്യ ഗേറ്റ്, ന്യൂഡൽഹി. എന്നാണ് ഇന്ത്യയിൽ ടെലഗ്രാം സർവീസ് നിർത്തലാക്കിയത്? 2013 ജൂലൈ 15. എന്നാണ് ഇന്ത്യയിൽ ടെലഗ്രാം സർവീസ് നിർത്തലാക്കിയത്? 2013 ജൂലൈ 15. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണത്തിനാവശ്യമായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപവൽക്കരണത്തിനായി നിയമിക്കപ്പെട്ട കമ്മീഷനാണ് ഫസൽ അലി കമ്മീഷൻ. സതി എന്ന പ്രസിദ്ധമായ ചിത്രം ഏത് ചിത്രകാരൻ്റേതാണ്? നന്ദലാൽ ബോസ്. സതി എന്ന പ്രസിദ്ധമായ ചിത്രം ഏത് ചിത്രകാരൻ്റേതാണ്? നന്ദലാൽ ബോസ്. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും മന്ത്രിസഭകളിൽ ധനകാര്യമന്ത്രിയായിരുന്നതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായി. ജവഹർലാൽ നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും മന്ത്രിസഭകളിൽ ധനകാര്യമന്ത്രിയായതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നത് മൊറാർജി ദേശായി. പാടുപെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നഷ്ടപ്പെടാൻ പാടില്ല. ആരുടെ വാക്കുകളാണിത്? സർദാർ വല്ലഭായ് പട്ടേൽ. ഏത് യൂറോപ്യൻ ശക്തി ഇന്ത്യ വിട്ടതോടെയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം പൂർത്തിയായത്? പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ ഇന്ത്യ വിട്ടതോടുകൂടിയാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരം പൂർത്തിയായത്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ വൈസ്രോയി പദവി വഹിച്ചത് ലിൻലിത് ഗോപ്രഭു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയിൽ വൈസ്രോയി പദവി വഹിച്ചതാണ് ലിൻലിത് ഗോപ്രഭു. കൂറുമാറ്റ നിയമത്തിലൂടെ അയോഗ്യനാക്കപ്പെട്ട ആദ്യ ലോക്സഭാംഗം? ലാൽ ഡുഹോമ. കൂറുമാറ്റ നിയമത്തിലൂടെ അയോഗ്യനാക്കപ്പെട്ട ആദ്യ ലോക്സഭാംഗം ലാൽ ഡുഹോമ. ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്? ഡോക്ടർ റാം സുഭഗ് സിംഗ്. ലോക്സഭയിലെ ആദ്യത്തെ അംഗീകൃത പ്രതിപക്ഷ നേതാവ്? ഡോക്ടർ റാം സുഭഗ് സിംഗ്.